സഖാക്കളെ, സഹോദരി സഹോദരന്മാര്, നമ്മുടെ തെരഞ്ഞെടുപ്പിന്റെ അവസാന നാളുകളിലാണ് നാം എത്തി നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ രാജ്യത്തിലെ ജനങ്ങൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ രക്ഷക്കായി ഈ തെരഞ്ഞെടുപ്പിൽ നിലപാടെടുക്കണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞതാണ്. നരേന്ദ്രമോദിയുടെ ഗവൺമെന്റ് 10 വർഷം രാജ്യത്ത് പൂർത്തിയാക്കിയിരിക്കുന്നു. ഈ 10 വർഷ കാലയളവിനുള്ളിൽ നമ്മുടെ രാജ്യത്തിന്റെ മൂല്യങ്ങൾ ഓരോന്നോരോന്നായി തകർക്കുന്ന നിലപാടാണ് സ്വീകരിച്ചിട്ടുള്ളത്. മാത്രമല്ല, രാജ്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയുടെ ഭാഗമായി നിലനിന്നു പോരുന്ന ഭരണഘടനാ സ്ഥാപനങ്ങൾ, ആ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഓരോന്നിനെയും തങ്ങളുടെ കാൽക്കീഴിൽ കൊണ്ടുവരാനാണ്, സംഘപരിവാറിന്റെ കാൽക്കീഴിൽ കൊണ്ടുവരാനാണ് ഈ കാലഘട്ടം ഉപയോഗിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി ഇന്ത്യയുടെ പരമോന്നത കോടതിയിലെ ആദരണീയരായ ജസ്റ്റിസുമാരടക്കം സുപ്രീം കോടതിയിൽ നിന്നിറങ്ങി രാജ്യത്തെ അഭിസംബോധന ചെയ്യുന്ന കാഴ്ച നാം കണ്ടതാണ്. എല്ലാറ്റിൻ്റെയും സ്വതന്ത്രാവസ്ഥ ഇല്ലാതാക്കുക, എല്ലാം കാവ്യവൽക്കരിക്കുക, ഈ നിലപാടാണ് രാജ്യത്ത് BJP ഗവൺമെന്റ് അധികാരത്തിലേറിയ നാൾ മുതൽ തുറന്നു വരുന്നത്. ഈ 10 വർഷക്കാലത്തെ രണ്ടായി ഭാഗിക്കാൻ പറ്റും. മൊത്തം RSS അജണ്ട നടപ്പാക്കുന്നുള്ളൊരു കാലയളവാണിത്. BJP സാധാരണ നിലക്കുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയല്ല എന്നെല്ലാവർക്കും അറിയാം. RSS നയിക്കുന്ന ഒരു പാർട്ടിയാണ്. അപ്പോൾ RSSന്റെ അജണ്ട നടപ്പിലാക്കാനാണ് ആ രാഷ്ട്രീയ പാർട്ടിക്ക് ബാധ്യത. RSSന്റെ അജണ്ട എന്ന് പറയുമ്പോൾ മൊത്തത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായിട്ടുള്ളതാണ്. ഈ രാജ്യം ഏതിനെയൊക്കെയാണോ ഏറ്റവും കൂടുതൽ വിലമതിക്കുന്നത് അതിനെല്ലാം RSS എതിരാണ്. അതിനെയെല്ലാം RSS തള്ളിപ്പറഞ്ഞിട്ടുമുണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. രാജ്യത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത നാം ഒരു മതനിരപേക്ഷ രാഷ്ട്രമാണ് എന്നതാണ്.
ഏത് മതത്തിലും വിശ്വസിക്കാനും ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനും ഇവിടെ ആളുകൾക്ക് അവകാശമുണ്ട്. അവരവർക്ക് അവരുടെ വിശ്വാസമനുസരിച്ച് ജീവിക്കാൻ അവകാശമുണ്ട്. എല്ലാവർക്കും നിയമത്തിൻ്റെ മുന്നിൽ തുല്യ പരിഗണനയാണ്. ഒരു വിവേചനവും ഉണ്ടാകില്ല. ഇതെല്ലാം നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പു നൽകുന്നതാണ്. പക്ഷേ മതനിരപേക്ഷത അത് രാജ്യത്തിന് പറ്റുന്നതല്ല എന്നതാണ് RSS നിലപാട്. അവരത് ഒരു കാലത്തും മറച്ചുവെച്ചിട്ടില്ല. തുടക്കം മുതലേ അവരത് കൃത്യമായി പറഞ്ഞു പോന്നിട്ടുണ്ട്, പ്രചരിപ്പിച്ചു പോന്നിട്ടുണ്ട്. ആകാവുന്നിടത്തെല്ലാം അവരുടെ നയം നടപ്പാക്കാനും അവർ ശ്രമിച്ചിട്ടുണ്ട്. എന്താണ് നയം? രാജ്യത്തെ ജനങ്ങളെ ആകെ ഒരുമയോടെയും ഐക്യത്തോടെയും നിലനിർത്തുക എന്നതാണ് പൊതുവെ രാജ്യം ആഗ്രഹിക്കുന്നത്. പക്ഷേ RSS അതല്ല ചിന്തിക്കുന്നത്. നമ്മുടെ രാജ്യത്ത് വ്യത്യസ്തങ്ങളായ ഭാഷ, വിവിധ മതം, ഒട്ടേറെ ജാതികൾ, വൈവിധ്യമാർന്ന ഒട്ടേറെ സംസ്കാരങ്ങൾ, ഇതെല്ലാം ഉള്ളതാണ്. ഇതിനെയെല്ലാം ഒരേപോലെ നിലനിർത്തിക്കൊണ്ട് നാനാത്വത്തിലുള്ള ഏകത്വമാണ് നമ്മുടെ രാജ്യത്തിൻ്റെ യഥാർത്ഥ കരുത്ത്. അതിനാണ് നാം നല്ലതുപോലെ കഴിഞ്ഞ കാലത്ത് ശ്രമിച്ചിട്ടുള്ളതും അതിൻ്റെ ഭാഗമായി നമുക്കത് നേടാനും നിലനിർത്താനും കഴിഞ്ഞിട്ടുമുണ്ട്. പക്ഷേ ഇത്തരം നാനാത്വത്തിലൊന്നും RSS കാര്യമായി എടുക്കുന്നില്ല. അവർക്കെല്ലാം ഒന്നു മതിയെന്നാണ്. നാനാത്വത്തിലുള്ള മറ്റെല്ലാറ്റിനെയും നിഷേധിക്കുകയാണ്. ഇതാണ് RSSന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതിൻ്റെ ഭാഗമായി രാജ്യത്തെ തന്നെ, ജനങ്ങളെ തന്നെ രണ്ടായി തിരിക്കുന്ന പ്രത്യയശാസ്ത്രവുമായിട്ടാണ് RSS നടക്കുന്നത്. അത് രാജ്യത്തിന് രാജ്യത്തിൻ്റെതായ ആഭ്യന്തര ശത്രുക്കളുണ്ട് എന്ന അവരുടെ നിലപാടാണ്. രാജ്യത്തിൻ്റെ ആഭ്യന്തര ശത്രുക്കൾ എന്ന അവരുടെ നിലപാട് അവരുയർത്തിപ്പിടിക്കുന്ന ആർഷഭാരത സംസ്കൃതിയുടെ ഭാഗമായി വന്നതല്ല. അവർ വളരെ പവിത്രമായി കണക്കാക്കുന്ന വേദേതിഹാസങ്ങളിൽ എവിടെയെങ്കിലും പരാമർശിച്ചുമല്ല. പിന്നെ എവിടുന്ന് കിട്ടിയതാണ് ഈ പറയുന്ന ആഭ്യന്തര ശത്രു? ആ ആഭ്യന്തര ശത്രു അവർക്ക് കിട്ടിയത് ജർമ്മനിയിൽ നിന്നാണ്. ജർമ്മനിയിൽ
ഹിറ്റ്ലർ നാസിസം നടപ്പാക്കിയ ആഭ്യന്തര ശത്രു സിദ്ധാന്തമുണ്ട്. ആഭ്യന്തര ശത്രുക്കളായി ഹിറ്റ്ലർ കണ്ടവരെ തന്നെയാണ് RSS ഇന്ത്യയിലും ആഭ്യന്തര ശത്രുക്കളായി കണ്ടിട്ടുള്ളത്. ഹിറ്റ്ലർ കണ്ടത് അവിടെയുള്ള ന്യൂനപക്ഷത്തെയും കമ്മ്യൂണിസ്റ്റുകാരെയുമായിരുന്നു. അതുതന്നെയാണ് ഇവിടെ RSS പകർത്തിയത്. ആ പകർത്തൽ മാത്രമല്ല, ഈ ആഭ്യന്തര ശത്രുക്കളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അത് രാജ്യത്തിൻ്റെ ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്ന പ്രശ്നമാണ്. അതെങ്ങനെ എന്നതും അവർ നേരത്തെ പറഞ്ഞു വച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായാണ് അവര് ജർമ്മനിയിൽ ഹിറ്റ്ലർ കാണിച്ച മാതൃകയെ പുകഴ്ത്തിയത്. ഹിറ്റ്ലർ ജർമ്മനിയുടെ ആഭ്യന്തര പ്രശ്നം, ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച നടപടികൾ അനുകരണീയമാണ്. ജർമ്മനിയുടെ മാതൃക നമുക്ക് അനുകരണീയമാണ് എന്നാണ് RSS പറഞ്ഞത്. എന്താണ് ആ മാതൃക? ലോകം തള്ളിയതും ലോകമാകെ അപലപിച്ചതുമായ ഒന്നാണ് ആ മാതൃക. ലക്ഷക്കണക്കിന് ആളുകളെ കൂട്ടക്കശാപ്പ് ചെയ്ത, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിച്ച അത്യന്തം മനുഷ്യത്വഹീനമായ നടപടികൾ. അതാണ് ജർമ്മനിയിൽ ആഭ്യന്തര വൈരുദ്ധ്യം പരിഹരിക്കുന്നതിന് സ്വീകരിച്ച അനുകരണീയമായ മാതൃക. ഇതാണ് RSS ഇവിടെ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. അതിലൂടെ RSS ഉദ്ദേശിക്കുന്നത് എന്താ? ന്യൂനപക്ഷങ്ങളെ ശത്രുപട്ടികയിൽപ്പെടുത്തി ആക്രമണം നടത്തുക. നിരവധി സംഭവങ്ങൾ രാജ്യത്തുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ ഒരു വാർത്ത നമ്മുടെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. തെലങ്കാനയിൽ ഉണ്ടായ സംഭവം. മദർ തെരേസയുടെ പേരിലുള്ള ഒരു സ്കൂൾ, അവിടുത്തെ വിദ്യാർത്ഥികൾ സാധാരണ നിലക്ക് ധരിക്കേണ്ട യൂണിഫോമുണ്ട്. അപ്പോൾ ഹനുമാനുമായി ബന്ധപ്പെട്ട എന്തോ ഒരു ആചാരത്തിൻ്റെ ഭാഗമായി, ഒരു ദിനത്തിൻ്റെ ഭാഗമായി കുട്ടികൾ കാവ്യ വേഷധാരികളായി സ്ഥാപനത്തിലേക്ക് വരുന്നു. അപ്പോൾ സ്ഥാപന മേധാവികൾ കുട്ടികളോട് പറയുകയാണ്, നിങ്ങൾ യൂണിഫോമിലാണ് വരേണ്ടത്. യൂണിഫോം അല്ലാതെ ഇതൊരു ആചാരത്തിൻ്റെ ഭാഗമായി ഇത്തരമൊരു വസ്ത്രം ധരിക്കേണ്ടതുണ്ടെങ്കിൽ നിങ്ങളുടെ രക്ഷിതാക്കൾ ആ വിവരം സ്കൂളിനെ അറിയിക്കണം. ഇതാണ് ആ സ്കൂളിൻ്റെ മേധാവികൾ കുട്ടികളെ അറിയിച്ചത്. പക്ഷേ RSSന്റെ സംഘപരിവാറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത വലിയ തോതിൽ നുണ പ്രചരിപ്പിക്കുമെന്നതാണ്. ആ നുണപ്രചരണം പുറത്ത്
മറ്റൊരു തരത്തിലാണ് പ്രചരിപ്പിച്ചത്. കാരണം ഈ സ്കൂൾ അവരെ ആഭ്യന്തര ശത്രുവായി കാണുന്ന ക്രൈസ്തവ വിഭാഗം നടത്തുന്ന സ്കൂളാണ്. അപ്പോൾ പുറത്ത് പ്രചരിപ്പിച്ചത് കുട്ടികളെ കാവ്യവേഷത്തിൽ പോയപ്പോൾ ആ വേഷം അഴിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഹനുമാനെതിരെ ഈ സ്ഥാപനമെന്തോ നീങ്ങി എന്ന മട്ടിലുള്ള തെറ്റായ പ്രചരണം നടത്തി അതിലൂടെ ആളുകളെ കൂട്ടി സ്കൂളിലേക്ക് ഒരുപറ്റം സംഘപരിവാറുകാർ മാർച്ച് ചെയ്തു. സ്കൂളിൻ്റെ ഗേറ്റ് തകർത്ത് അകത്ത് കയറി ആക്രമണം നടത്തി. സ്കൂളിൻ്റെ അധികൃതർ, അവിടെയുള്ള അധ്യാപകർ, മാനേജർ എല്ലാവരെയും ആക്രമിക്കുന്ന അവസ്ഥയുണ്ടായി. അവിടെ ഒരു പുരോഹിതനാണ് ഈ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുത്തു നിൽക്കുന്നത്. ആ പുരോഹിതനെ വളഞ്ഞിട്ട് ആക്രമിച്ചു എന്നാണ് കേൾക്കുന്നത്. ജനക്കൂട്ടം അക്രമാസക്തമായി താഴെ നിൽക്കുന്നു. മേലെ ടെറസിൽ ഈ പുരോഹിതനെ കൊണ്ടുപോയി അദ്ദേഹത്തെ ഭീകരമായി മർദ്ദിച്ചതിന് ശേഷം ജയ് ശ്രീറാം വിളിപ്പിക്കുകയാണ്. എന്നിട്ട് ഈ ജനക്കൂട്ടത്തോട് മാപ്പ് പറയാൻ ആജ്ഞാപിക്കുകയാണ്, മാപ്പ് പറയിപ്പിക്കുകയാണ്. ഇതെല്ലാം സംഘപരിവാർ നടത്തിയ ചെയ്തികളാണ്. ആ ചെയ്തികൾ നടത്തുമ്പോൾ അവിടെയുള്ള പോലീസ് പൂർണ്ണമായും അതിനൊക്കെ സാക്ഷികളായി നിൽക്കുകയാണ്. ഈ വന്ന സംഘപരിവാറെ പിന്തിരിപ്പിക്കാൻ ശ്രമമേയില്ല. മാത്രമല്ല, അവര് പോലീസ് കേസെടുക്കുന്നത് ഈ വന്ന സംഘപരിവാറുകാർക്കെതിരെയല്ല. കേസെടുക്കുന്നത് ഈ സ്ഥാപനത്തിനും സ്ഥാപനത്തിൻ്റെ മേധാവികൾക്കും അതിൽ ഭീകരമായി തല്ലുകൊണ്ട ആ പുരോഹിതനുമൊക്കെ എതിരായിട്ടാണ്. ഇത് സംഘപരിവാറിന് വേണ്ടി ചെയ്തത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന ബിജെപിയുടെ ഗവൺമെന്റ് അല്ല എന്നതും നാം കാണേണ്ടതായിട്ടുണ്ട്. ആ ഗവൺമെന്റ് തെലങ്കാനയിലെ കോൺഗ്രസ് ഗവൺമെന്റാണ്. അവിടുത്തെ മുഖ്യമന്ത്രി ഇവിടെ വന്ന് കേരളത്തിൽ വന്ന് തെരഞ്ഞെടുപ്പ് പ്രചരണം വലിയ തോതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ വർഗീയതയെക്കുറിച്ചും അദ്ദേഹം വലിയ പ്രചരണം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ നേതൃത്വം എന്നത് സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്നൊരു ഗവൺമെന്റ് ഉണ്ടായാൽ എന്താണോ ചെയ്യുക അതേ കാര്യം ചെയ്യുന്നൊരു ഗവൺമെന്റായി മാറിയിരിക്കുന്നു. എന്തുകൊണ്ടാണത്? ഈ പ്രത്യേക വ്യക്തിക്ക് നല്ല തോതിലാണ് സംഘപരിവാർ മനസ്സുള്ളത്. കാണേണ്ടത് നേരത്തെ അവിടെ സ്വീകരിച്ച ചില നടപടികളാണ്. ആ നടപടികളിൽ ഒന്ന്, രാജ്യത്ത് രാമക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ട RSS അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായുള്ള ചില കാര്യങ്ങൾ
നേരത്തെ സംഭവിച്ചല്ലോ. അപ്പോൾ പ്രധാനമന്ത്രിയും മറ്റും നേതൃത്വം കൊടുത്തുകൊണ്ട് രാമക്ഷേത്ര ഉദ്ഘാടനവും മറ്റും നടക്കുമ്പോൾ തെലങ്കാനയിൽ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് മുന്നിൽ തെരഞ്ഞെടുപ്പിൽ നൽകിയ ഒരു വാഗ്ദാനമുണ്ട്. അത് അവിടുത്തെ 100 മണ്ഡലങ്ങളിൽ 10 കോടി രൂപ വീതം ചെലവിട്ട്, ഓരോ മണ്ഡലത്തിലും 10 കോടി, 10 കോടി രൂപ വീതം ചെലവിട്ട് രാമക്ഷേത്രങ്ങൾ പണിയുമെന്നായിരുന്നു. അതാണ് ഈ മനുഷ്യൻ. അദ്ദേഹം പഴയ ഒരു സംഘപരിവാർ സംഘടനയിൽപ്പെട്ടയാളാണ്. പിന്നെ പല വഴിക്ക് തിരിഞ്ഞ് കോൺഗ്രസ്സിലെത്തിയിട്ട് കുറച്ച് നാളേ ആയിട്ടു. അപ്പം അദ്ദേഹത്തിൻ്റെ സംഘപരിവാർ മനസ്സാണ് ഇതിലൊക്കെ പ്രകടമാവുന്നത്. ഒരു ഘട്ടത്തിൽ കുറച്ചു നാൾ മുൻപ് അദ്ദേഹം കേരളത്തിൽ വന്നിരുന്നു. കേരളത്തിൽ നിന്ന് തിരിച്ചുപോയി അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അവിടെ പ്രധാനമന്ത്രി വന്നു പോയിരുന്നു. അപ്പോൾ പ്രധാനമന്ത്രിയെ സ്വന്തം ജ്യേഷ്ഠ സഹോദരനെ പോലെയാണ് ഞാൻ കണക്കാക്കുന്നത്. എൻ്റെ മാതൃകാപുരുഷനാണ് പ്രധാനമന്ത്രി എന്നാണ് ഈ മനുഷ്യൻ പ്രകീർത്തിച്ചിരുന്നത്. മാത്രമല്ല, ഗുജറാത്താണ് എൻ്റെ മോഡൽ സംസ്ഥാനം. അപ്പോൾ ഗുജറാത്തിൻ്റെ മോഡലിൽ തെലങ്കാനയെ വികസിപ്പിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. മോഡൽ എന്ന നിലക്ക് സംസ്ഥാനം ഗുജറാത്ത്, ഭരണാധികാര രംഗത്ത് മോഡൽ നരേന്ദ്രമോദി. ഇദ്ദേഹം കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിയാണെന്നാണ് പറയുന്നത്. ആ മുഖ്യമന്ത്രി നേതൃത്വം കൊടുക്കുന്ന സംസ്ഥാനത്താണ് ഈ തരത്തിൽ ന്യൂനപക്ഷ വേട്ട നടന്നത്. ഇവിടെ ഇന്ന് ആദരണീയനായ കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു പ്രസ്താവന കാണാനിടയായി. ഈ സ്കൂൾ ആക്രമണത്തെ അപലപിച്ചുകൊണ്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാലയങ്ങൾ നടത്താനുള്ള അവകാശമുണ്ട്, അതിനാവശ്യമായ സംരക്ഷണം നൽകുകയാണ് വേണ്ടത്. മറ്റ് നടപടികളെ അപലപിക്കുന്ന നില അദ്ദേഹം സ്വീകരിച്ചതായി കണ്ടു. തീർത്തും സ്വാഗതാർഹമായ നിലയാണത്. ഇത് ഏതെങ്കിലും ഒരു വിഭാഗം ന്യൂനപക്ഷത്തിന് നേരെ മാത്രം സ്വീകരിക്കുന്നതല്ല. ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ മണിപ്പൂരിൽ നടത്തിയ വംശഹത്യ രീതിയിലുള്ള ആക്രമണം നമ്മളെല്ലാവരുടെയും മനസ്സിനെ ഞെട്ടിച്ചതാണ്. ഇന്ത്യൻ മതനിരപേക്ഷ മനസ്സിനെ വേദനിപ്പിച്ച ഒന്നാണ്. ഒരു മതത്തിൽ വിശ്വസിക്കുന്നു എന്നതിൻ്റെ പേരിൽ മാത്രം വംശഹത്യയുടെ അടുത്ത് എത്തേണ്ടി വന്ന ഒരു വിഭാഗം ജനങ്ങൾ. ഇത് ഇപ്പോൾ ക്രൈസ്തവ വിഭാഗത്തിനാണ് നേരിടേണ്ടി വന്നതെങ്കിൽ വംശഹത്യ നേരത്തെ അതിൻ്റെ ബീഭത്സമായ രൂപത്തിൽ അരങ്ങേറിയത് ഈ തെലങ്കാനയിലെ കോൺഗ്രസ് മുഖ്യമന്ത്രി മോഡലായി കണ്ട സംസ്ഥാനത്തിലാണ് എന്നത് നാം ഓർക്കണം. അത് ഗുജറാത്തിലായിരുന്നു. ഗുജറാത്തിൽ അന്ന് മുസ്ലിമിന് നേരെയാണ് ആ വംശഹത്യ അരങ്ങേറിയത്. രാജ്യം മാത്രമല്ല, ലോകം തന്നെ അപലപിച്ച സംഭവം. ഇതെല്ലാം RSSന്റെ ആഭ്യന്തര
വൈരുദ്ധ്യം പരിഹരിക്കുന്നതിൻ്റെ ഭാഗമായി നടത്തപ്പെടുന്ന കാര്യങ്ങളാണ് എന്ന് നാം കാണണം. ചുരുക്കത്തിൽ RSS നമ്മുടെ രാജ്യത്തിൻ്റെ മതനിരപേക്ഷത അംഗീകരിക്കുന്നില്ല. നരേന്ദ്രമോദിയുടെ സർക്കാർ രണ്ടാം ഊഴത്തിലേക്ക് എത്തുന്നത് 2019-ലാണ്. രണ്ടാം ഊഴത്തിന് മുൻപ് രംഗസംവിധാനമായിരുന്നു. എല്ലാ പശ്ചാത്തല കാര്യങ്ങളും ഒരുക്കുകയായിരുന്നു. അതിൻ്റെ ഭാഗമായി RSS കാഴ്ചപ്പാടനുസരിച്ച് രാജ്യത്ത് നടക്കാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ 2014 മുതൽ 19 വരെയുള്ള 5 വർഷക്കാലം നരേന്ദ്രമോദിയുടെ സർക്കാർ നിർവഹിച്ചിരുന്നു. 2019 വീണ്ടും അധികാരത്തിലേറിയപ്പോൾ ഇവിടെ RSS അജണ്ട പ്രത്യക്ഷത്തിൽ നടപ്പാക്കേണ്ട സമയമായി എന്നവർ കണ്ടു. ആ പ്രത്യക്ഷത്തിൽ അജണ്ട നടപ്പാക്കുന്നതിൻ്റെ ഭാഗമായി ആദ്യം ചെയ്തത് മതനിരപേക്ഷതയുടെ കടക്കൽ കത്തിവെക്കലാണ്. മതനിരപേക്ഷത നേരത്തെ പറഞ്ഞതുപോലെ ഏത് മതത്തിലും വിശ്വസിക്കാനുള്ള അവകാശം എല്ലാവർക്കും നൽകുകയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ പൗരത്വത്തിന്മേലാകാം ആദ്യത്തെ കൈവെപ്പ് എന്നാണ് സംഘപരിവാർ നിശ്ചയിച്ചത്. പൗരത്വം മതാടിസ്ഥാനത്തിലല്ല. പക്ഷേ ഇന്ത്യ ഗവൺമെന്റ് 2019 BJPയുടെ ഗവൺമെന്റ് രണ്ടാം ഊഴം കിട്ടിയ ഉടനെ ഒട്ടും കാലതാമസമില്ലാതെ പൗരത്വ നിയമ ഭേദഗതി കൊണ്ടുവന്നു. ആ നിയമ ഭേദഗതിയിൽ പൗരത്വം മതാടിസ്ഥാനത്തിലാക്കുകയായിരുന്നു. ലോകം ഞെട്ടിപ്പോയി. ലോകം അതിനെതിരെ രംഗത്ത് വന്നു. ആ എതിരെ രംഗത്ത് വന്നവരുടെ കൂട്ടത്തിൽ അമേരിക്ക അടക്കമുണ്ടായി. എന്തുകൊണ്ടാണ് അമേരിക്കയെ പ്രത്യേകം പറയുന്നത്? ഇന്ത്യ രാജ്യത്തെ അമേരിക്കയുടെ തന്ത്രപരമായ സഖ്യശക്തിയാക്കി മാറ്റുന്ന തീരുമാനമെടുത്തത് നരേന്ദ്രമോദിയുടെ ഗവൺമെന്റാണ്. അമേരിക്കക്ക് വലിയ സന്തോഷം പകർന്ന തീരുമാനം അത്. കാരണം ഇന്ത്യ രാജ്യത്തെ എല്ലാ കാര്യങ്ങളിലും അമേരിക്കയോടൊപ്പം കിട്ടലാണ്. പക്ഷേ ഇത് വന്നപ്പോൾ ഇതിന്റെ കൂടെ നിൽക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. കാരണം അത്രമാത്രം അപരിഷ്കൃതമായ നിലപാടാണിത്. അവർ പരസ്യമായി ഇന്ത്യ ഗവൺമെന്റ് തീരുമാനത്തെ അപലപിച്ചു. കാരണം ലോകത്ത് ഒരു പരിഷ്കൃത രാഷ്ട്രവും പൗരത്വം മതാടിസ്ഥാനത്തിലാക്കിയിട്ടില്ല. അഭയാർത്ഥികളോട് വിവേചനം കാണിക്കുന്നില്ല. അഭയാർത്ഥികളെ മതാടിസ്ഥാനത്തിൽ വിഭജിക്കാറില്ല. ലോകത്തൊരുപാട് രാഷ്ട്രങ്ങൾ അഭയാർത്ഥി പ്രശ്നം കൈകാര്യം ചെയ്യുന്നുണ്ട്. നമ്മൾ ചെയ്തത് എന്താ? നമ്മുടെ തൊട്ടുകിടക്കുന്ന പാകിസ്ഥാൻ, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ഈ രാഷ്ട്രങ്ങളുടെ പേര് പറഞ്ഞ് അവിടെ നിന്ന് വന്നിട്ടുള്ള അഭയാർത്ഥികൾ കുറേ കാലമായിട്ട് ഇവിടെ കഴിയുന്നുണ്ട്. അവർക്ക് പൗരത്വം നൽകുക നല്ല കാര്യമാണ്. ആരും അതിനെതിരല്ല. പക്ഷേ പൗരത്വം നൽകുന്ന പ്രശ്നം വന്നപ്പോൾ ആ പൗരത്വ നിയമ ഭേദഗതിയിൽ ഇന്ത്യ ഗവൺമെന്റ് കൊണ്ടുവന്നത് RSS അജണ്ടയായി പോയി. 6 വിഭാഗത്തിന് മാത്രം പൗരത്വം, ഇല്ലാത്തത് മുസ്ലിമിന്, മറ്റു വിഭാഗങ്ങൾക്ക്. അപ്പോ മുസ്ലിമിന് പൗരത്വം നൽകാതിരിക്കാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ അതിൽ വലിയ തെറ്റില്ല. ഇതാണ് ലോകമാകെ അപലപിക്കുന്നതിനിടയാക്കിയത്. നമ്മുടെ രാജ്യത്ത് ശക്തമായ പ്രതിഷേധം ആ ഘട്ടത്തിൽ തന്നെ ഉയർന്നു. ഡൽഹി രാജ്യതലസ്ഥാനം വലിയ പ്രക്ഷോഭത്തിന്റെ കേന്ദ്രമായി. ഒരുപാട് ദേശീയ നേതാക്കൾ ആ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത് അറസ്റ്റ് ചെയ്യപ്പെട്ടു. അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികളുടെ ജനറൽ സെക്രട്ടറിമാരുണ്ടായി. സീതാറാം യെച്ചൂരിയും ഡി രാജയും. പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിനോയ് വിശ്വം, അങ്ങനെ ഒരു വലിയ നിര ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ. ഒരു കാര്യം ആലോചിക്കണം കേട്ടോ,
ഇതിനെവിടെയും ഒരു കോൺഗ്രസ്സുകാരനെയും കണ്ടില്ല. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരുടെ കൂട്ടത്തിൽ എവിടെയും കോൺഗ്രസ്സുകാരുണ്ടായില്ല. എന്താണ് ഇതുപോലൊരു പ്രശ്നത്തിൽ നിന്ന് അവര് മാറി നിൽക്കാനിടയായത്? വീണ്ടും അവിടെ പ്രക്ഷോഭം കനത്തു. ജനുവരിയിൽ കടുത്ത പ്രക്ഷോഭം. സംഘപരിവാർ പ്രക്ഷോഭകർക്കെതിരെ ആക്രമണത്തിന് രംഗത്തിറങ്ങി. ആക്രമിക്കപ്പെട്ട ഇരകളുടെ രക്ഷയ്ക്കായി ഇടതുപക്ഷ എംപിമാരും ഇടതുപക്ഷ നേതാക്കളും ഓടിയെത്തി. അവിടെയും കോൺഗ്രസിനെ കാണാനില്ല. ആ ഘട്ടത്തിൽ തയ്യാറാക്കപ്പെട്ട കുറ്റപത്രത്തിൽ സീതാറാം യെച്ചൂരിയുടെ പേര്, ഏതെങ്കിലും കോൺഗ്രസ്സുകാരന്റെ പേര് ആ പട്ടികയിലുണ്ടായോ? എവിടെയുമില്ല. എന്തുകൊണ്ട് കോൺഗ്രസ് ഈ പ്രക്ഷോഭത്തിൽ നിന്ന് ഒഴിഞ്ഞു നിന്നു? ഇത് ദേശീയ തലത്തിലുണ്ടായ കാര്യം. നമ്മുടെ സംസ്ഥാനം കുറച്ച് വ്യത്യസ്തമായിരുന്നു. ഈ പ്രഖ്യാപനം വന്ന ഉടനെ, പൗരത്വ നിയമ ഭേദഗതി പ്രഖ്യാപിച്ച ഉടനെ, ആ നിയമം വന്ന ഉടനെ കേരളം ഒരു കാര്യം പ്രഖ്യാപിച്ചു. അത് ഈ നിയമ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്നായിരുന്നു. ആടെ നിർത്തിയില്ല. അതിന്റെ പിന്നാലെ സംയുക്തമായ ഒരു പ്രതിഷേധ സംഗമം തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ എല്ലാവരും, പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാക്കളും എല്ലാം പങ്കെടുത്തു. തുറന്ന് സർവകക്ഷി യോഗം. അതിന് പിന്നാലെ പ്രത്യേക നിയമസഭാ യോഗം. അവിടെ ഏകണ്ഠമായി ഈ നിയമം പിൻവലിക്കണമെന്ന പ്രമേയം പാസാക്കൽ. ഇതിലെല്ലാം കോൺഗ്രസും UDF ഉണ്ടായി. ഇനിയാണ് മറ്റൊരു രംഗം വരുന്നത്. ഇത്രയെല്ലാം യോജിച്ച കാര്യങ്ങൾ നടന്നതിന് ശേഷം കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ KPCC പ്രസിഡന്റ് പരസ്യമായൊരു പ്രസ്താവന. അദ്ദേഹം പറഞ്ഞു, കേന്ദ്രം ഒരു നിയമം പാസാക്കിയാൽ ഇവിടെ നിയമസഭ പ്രമേയം പാസാക്കിയത് കൊണ്ട് നടപ്പാകാതിരിക്കുകയോ? ഒരു ചരിത്ര നിഷേധമുള്ള പ്രസ്താവനയാണത്. ഇരിക്കട്ടെ. അതിന്റെ പിന്നാലെ മറ്റൊരു കാര്യം പറഞ്ഞു, ഇനിമേലിൽ ഞങ്ങൾ യോജിച്ച പ്രക്ഷോഭത്തിനില്ല. എന്താ അങ്ങനെയൊരു നിലപാടെടുക്കാൻ കാരണം? അവിടെയാണ് ഒരു അനുമാനം ഞങ്ങൾ പറഞ്ഞത്. ആ അനുമാനം തെറ്റായിരുന്നുവെങ്കിൽ കോൺഗ്രസിന്റെ നേതാക്കന്മാർക്ക് തിരുത്തായിരുന്നു. ഇപ്പോ രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നപ്പോ അദ്ദേഹം പറയുന്നുണ്ടല്ലോ, കോൺഗ്രസിനെ ഞങ്ങൾ വിമർശിക്കുന്നു, അദ്ദേഹത്തെ പേരെടുത്ത് വിമർശിക്കുന്നു. രാഹുൽ ഗാന്ധി വിമർശിക്കുന്ന ഒരു ഭാഗം ഇവിടെയാണ്. നിങ്ങളോട് ചോദിച്ചല്ലോ, എന്താ നിങ്ങൾ മറുപടി പറയാത്തത്? കേരളത്തിലുണ്ടല്ലോ നിങ്ങൾ, മറുപടി പറയൂ. ഈ പറയുന്ന സംയുക്ത പ്രക്ഷോഭത്തിൽ നിന്ന് കോൺഗ്രസ് പിൻവാങ്ങിയത് കേന്ദ്ര കോൺഗ്രസ് നേതൃത്വത്തിന്റെ നിർദ്ദേശമനുസരിച്ചല്ലേ? അല്ലെങ്കിൽ അല്ല എന്ന് പറ. ഞങ്ങൾ അങ്ങനെയൊരു നിർദ്ദേശം നൽകിയിട്ടില്ല എന്ന് പറയാലോ. എന്താ പറയാത്തത്? അവര് സ്വയമേവ തീരുമാനിച്ചതാണ്. അവർ സ്വയമേവ തീരുമാനിച്ചതായിരുന്നു നേരത്തെ പങ്കെടുത്തത്, യോജിച്ച പ്രക്ഷോഭത്തിൽ പങ്കെടുത്തത്. നിങ്ങൾ രാജ്യത്തൊരിടത്തും പങ്കെടുക്കാതിരിക്കുമ്പോൾ കേരളത്തിൽ മാത്രം പങ്കെടുക്കുന്നത് ശരിയല്ല എന്ന തരത്തിൽ നിങ്ങൾ നൽകിയ നിർദ്ദേശത്തിന്റെ ഭാഗമായല്ലേ അവർ പിൻവലിച്ചിട്ടുണ്ടാകുക? അതാണ് ഞങ്ങൾ ഉന്നയിച്ച സംശയം. അതിനാണല്ലോ നിങ്ങൾ മറുപടി പറയേണ്ടത്. ഇതേവരെ മറുപടി പറയുന്നില്ലല്ലോ. ചോദ്യം വ്യക്തമാണല്ലോ. എന്താണ് അതിന് മാത്രം മറുപടിയില്ലാത്തത്? പോട്ടെ, ഇതെല്ലാം 4 വർഷം മുൻപുള്ള കാര്യം. എന്നാൽ ആ ഘട്ടത്തിൽ നാം ചെയ്ത കാര്യം നമ്മൾ ഓർക്കണം. നമ്മൾ അവിടെയൊന്നും നിർത്തിയില്ല. ഇതിന്റെ ഭരണഘടനാ സാധുത ചോദ്യം ചെയ്തുകൊണ്ട് കേരള സർക്കാർ സുപ്രീം കോടതിയിൽ സ്യൂട്ട് ഫയൽ ചെയ്തു. ഇപ്പോ ചട്ടഭേദഗതി വന്നപ്പോ
അതും കൂടി ചേർത്തുകൊണ്ട് ആ സ്യൂട്ട് ശക്തിപ്പെടുത്താൻ അഡ്വക്കേറ്റ് ജനറലിനെ ചുമതലപ്പെടുത്തി. നിങ്ങൾ പലരും മഞ്ചേശ്വരം മുതൽ പാറശാല വരെ ആ ഘട്ടത്തിൽ തീർത്ത മനുഷ്യച്ചങ്ങലയിൽ പങ്കെടുത്തവരായിരിക്കും. എന്തിനാണതൊക്കെ? അതെല്ലാം വ്യക്തമായ ഉദ്ദേശത്തോടെ തന്നെയാണ്. ഈ നിയമം വന്നപ്പോ കോടാനുകോടി ജനങ്ങളാണ് ഇന്നലെ വരെ ജീവിച്ചതുപോലെ ഈ മണ്ണിൽ കുടുംബത്തിന് ജീവിക്കാൻ കഴിയുമോ എന്ന ആശങ്കയിൽ കഴിയുന്നത്. ആ ആശങ്കപ്പെടുന്നവരോട് നിങ്ങൾ ഒറ്റക്കല്ല, ഞങ്ങൾ ഒപ്പമുണ്ട് എന്ന സന്ദേശം, അതാണ് ഈ പരിപാടികളിലൂടെ ഞങ്ങൾ നൽകിയത്. നിങ്ങൾ എന്ത് ചെയ്തു രാഹുൽ ഗാന്ധി? പോട്ടെ, 4 വർഷം മുൻപുള്ള കാര്യം, ഇപ്പോൾ ഉള്ള കാര്യം എടുക്ക്. ഈ ചട്ടം വന്നല്ലോ. ചട്ടങ്ങൾ വന്നപ്പോ രാജ്യത്തെല്ലാവരും ബഹിഷ്കരിച്ചു. ശബ്ദിക്കാത്ത ഒരു കൂട്ടർ മാത്രമേ ഉള്ളൂ, അത് കോൺഗ്രസ് ആണ്. എന്താണ് അവർക്ക് ശബ്ദിക്കാൻ പറ്റാത്തത്? ഇതെല്ലാവർക്കും അറിയാലോ. സംഘ് പരിവാർ അജണ്ടയാണ്. സംഘ് പരിവാർ അജണ്ട നടപ്പാക്കാൻ ബാധ്യതപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ്, BJP ഗവൺമെന്റ് ആ സംഘ് പരിവാർ അജണ്ട നടപ്പാക്കുകയാണ്. അത് നടപ്പാക്കുന്നത് മതനിരപേക്ഷതക്ക് പോർലേൽപ്പിക്കാനും മതനിരപേക്ഷത ഇല്ലാതാക്കാനുമാണ്. എല്ലാം വ്യക്തമാണല്ലോ. അതിനോടൊപ്പം സംഘ് പരിവാർ മനസ്സിനല്ലാതെ നിൽക്കാൻ കഴിയോ? എവിടെ പോയി നിങ്ങളുടെ മതനിരപേക്ഷ മനസ്സ്? എങ്ങനെയാണ് നിങ്ങൾക്ക് സംഘ് പരിവാർ മനസ്സിനോട് സമരസപ്പെടാൻ കഴിയുന്നത്? അതുകൊണ്ടല്ലേ പ്രതികരിക്കാൻ പറ്റാതിരുന്നത്? നിങ്ങളുടെ പ്രസിഡന്റിനോട് മാധ്യമപ്രവർത്തകർ ചോദിച്ചല്ലോ, ഈ ചട്ടങ്ങൾ വന്നതിന് ശേഷം എന്താണ് അഭിപ്രായം? സന്ധ്യ കഴിഞ്ഞ സമയത്താണ് ചോദ്യം. മറുപടി എന്താണെന്നറിയോ? രാത്രി ആലോചിച്ച് പറയാം. എന്തൊരു പരിഹാസമാണെന്ന് നോക്കണം. എന്തേ നിങ്ങൾക്ക് അഭിപ്രായമില്ലാത്തത്? രാഹുൽ ഗാന്ധിയെ പേരെടുത്ത് വിമർശിക്കുന്നതിൽ അദ്ദേഹത്തിന് പരിഭവം. ആ പരിഭവം അദ്ദേഹം പരസ്യമായി പറഞ്ഞിരിക്കുന്നു. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പേര് ഇവിടെയാണ് പറഞ്ഞത്, അതൊന്നുകൂടി ശ്രദ്ധിച്ചോളൂ. രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാജ്യത്ത് ഒരു യാത്രയാ ഘട്ടത്തിൽ നടക്കുന്നു. ആ യാത്രയിൽ ലോകത്തുള്ളതും രാജ്യത്തുള്ളതുമായ എല്ലാ പ്രശ്നങ്ങളെക്കുറിച്ചും അദ്ദേഹം പ്രതികരിക്കുന്നു. ഈ പൗരത്വ നിയമ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല. എന്തേ അങ്ങനെ? നിങ്ങൾ പ്രതികരിക്കുമെന്നെല്ലാവരും പ്രതീക്ഷിച്ചല്ലോ. അവസാനം വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാൻ വരുമ്പോൾ എങ്കിലും പ്രതികരിക്കുമെന്ന് കരുതിയല്ലോ. പോട്ടെ, ഈ ദിവസങ്ങൾ നിങ്ങൾ ഇവിടെ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുകയാണല്ലോ. എവിടെയെങ്കിലും പ്രതികരിച്ചോ? എന്താണ് നിങ്ങൾക്ക് പ്രതികരിക്കാൻ വിഷമം? പോട്ടെ, അതും പോട്ടെ. തെരഞ്ഞെടുപ്പ്, രാഷ്ട്രീയ പാർട്ടികൾ പ്രകടന പത്രിക പുറത്തിറക്കുന്നു. ആ പ്രകടന പത്രികയിൽ എല്ലാവരും അവരവരുടെ നയം പ്രഖ്യാപിക്കുന്നു. ഞങ്ങൾ 2 കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇറക്കിയ പ്രകടന പത്രിക, രണ്ടിലും കൃത്യമായി പറഞ്ഞിരിക്കുന്നു, പൗരത്വ നിയമ ഭേദഗതി റദ്ദ് ചെയ്യും. ഒരു വ്യക്തത കുറവുമില്ല. രാഹുൽ ഗാന്ധി, നിങ്ങളുടെ പ്രകടന പത്രികയോ? നിങ്ങളുടെ പ്രകടന പത്രികയിൽ ഒന്നും പറയുന്നില്ല. ഒന്നും പറയുന്നില്ല എന്ന ഭാഗം വിമർശനമായി ഞങ്ങൾ ഉന്നയിച്ചു. അപ്പോ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് രംഗത്ത് വന്നു. എന്താണിത്? പ്രകടന പത്രിക വായിക്കാതെ അഭിപ്രായം പറയുന്നു. പ്രകടന പത്രികയുടെ ഇത്രാമത്തെ പേജ് നോക്കൂ, അതിലെ ഇത്രാമത്തെ ഖണ്ഡിക വായിക്കൂ. അതിൽ കോൺഗ്രസിന്റെ നയം കൃത്യമായി പറഞ്ഞിരിക്കുകയല്ലേ? ഇതൊന്നും വായിക്കാതെയാണ് പ്രകടന പത്രികയിൽ ഇതിനെക്കുറിച്ചൊന്നും പറഞ്ഞില്ല എന്ന് പരാമർശിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ഒരു വാദഗതി അവതരിപ്പിച്ചു. അത് അപ്പടി വിശ്വസിച്ചോ അല്ലെങ്കിൽ 2 കൂട്ടരും ചേർന്നോ
തയ്യാറാക്കിയ ഒരു തിരക്കഥ. രണ്ടു കൂട്ടം എന്ന് പറഞ്ഞാൽ മലയാള മനോരമയാണ്. പിറ്റേ ദിവസം മലയാള മനോരമയിൽ ഫ്രണ്ട് പേജിൽ ബാനർ ഹെഡിങ്, ഈ പ്രകടന പത്രിക വായിച്ചില്ല, ഈ പറഞ്ഞ പേജ് നോക്കിയില്ല, ആ പറഞ്ഞ ഗണ്ണിക നോക്കിയില്ല, ഇങ്ങനെയാണ് പരാമർശം നടത്തിയത് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ പത്രം പുറത്തിറങ്ങിയ ദിവസം മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ കോൺഗ്രസിന്റെ പ്രകടന പത്രിക കൂടി കയ്യിൽ കരുതി. ആ പ്രകടന പത്രിക അവരെ കാണിച്ചു, ഈ പത്ര വാർത്തയും കാണിച്ചു, ഈ പറഞ്ഞ പേജ് അതെടുത്തു, ആ പേജിലെ ഗണ്ണിക പറഞ്ഞ ഗണ്ണിക എടുത്തു. പോരാലോ, വായിക്കണ്ടേ? അത് വായിച്ചു. എവിടെയും പൗരത്വ നിയമ ഭേദഗതി എന്ന ഒരു വാക്കില്ല. ആ ഗണ്ണികയിലല്ല, ഈ പറഞ്ഞ പ്രകടന പത്രികയിൽ ഒരിടത്തുമില്ല. എന്തു പറ്റി? എവിടെയാണ് കോൺഗ്രസ്? സംഘപരിവാർ മനസ്സിനോടൊപ്പം ഒട്ടി നിൽക്കാൻ ഇതിൽ പരം വൈഭവം വേറെ ഉണ്ടാവുമോ? എന്താണ് അവസ്ഥ? ഏതായാലും കള്ളി വെളിച്ചത്തായി. അപ്പൊ പിന്നെ ശരിയായ രീതിയിൽ നമ്മുടെ KPCC പ്രസിഡന്റിന്റെ ചുമതല വഹിക്കുന്ന UDF കൺവീനറുണ്ട്, അദ്ദേഹം പറഞ്ഞു, ഞങ്ങൾക്ക് പ്രകടന പത്രിക ഉൾപ്പെടുത്താൻ മനസ്സില്ല, അതിന് നിങ്ങൾക്ക് എന്ത് വേണം? ശരി, നല്ലത്, അതങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. ആ പറഞ്ഞതാണ് ശരി. അദ്ദേഹം ഇപ്പൊ പറഞ്ഞു, ഈ തെലങ്കാനയിലെ പ്രശ്നം മാധ്യമപ്രവർത്തകർ എല്ലാവരോടും ചോദിക്കുമല്ലോ. അപ്പൊ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹം പറഞ്ഞു, അത് എന്നോടല്ല ചോദിക്കേണ്ടത്, തെലങ്കാന മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഒക്കെ ഇവിടെ പ്രചരണത്തിൽ വരുന്നുണ്ട്, ആ തെലങ്കാന സംഘത്തോട് പോയി ചോദിക്കും. അപ്പൊ അവര് കോൺഗ്രസ് അല്ലേ? കോൺഗ്രസിന്റെ സംസ്കാരമല്ല എന്നാണല്ലോ പറഞ്ഞു വെക്കുന്നത്, ആ സംഘത്തോട് ചോദിക്കണമെന്ന്. അതിരിക്കട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞു, ഇതാണ് അവസ്ഥ. എന്തുകൊണ്ട് ഈ പറഞ്ഞ പൗരത്വ നിയമ ഭേദഗതിയെപ്പറ്റി ഒന്നും പറയാൻ കോൺഗ്രസിന് കഴിയുന്നില്ല? അവിടെയാണ് സംഘപരിവാർ മനസ്സിനോട് ഒട്ടി നിൽക്കുന്ന കോൺഗ്രസിനെ കാണാൻ നമുക്ക് കഴിയുക. ഇത് സംഘപരിവാർ അജണ്ട, RSS അജണ്ട. ആ അജണ്ട നടപ്പാക്കുന്നതിന്റെ ഭാഗമായി BJP ഗവൺമെന്റ് കൊണ്ടുവന്ന നിയമ ഭേദഗതി, ആ നിയമ ഭേദഗതിയെ ശരിയായ രീതിയിൽ നേരിടാൻ കോൺഗ്രസ് അറച്ചു നിൽക്കുന്നു. ഇത് മാത്രാണോ? നമ്മുടെ രാജ്യത്ത് ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുമെന്നത് RSSന്റെ വാശിയായിരുന്നു. RSS ആണല്ലോ നേരത്തെ ഇതിനെ പ്രഖ്യാപിച്ചിരുന്നത്. ഇപ്പോ RSS അജണ്ട നടപ്പാക്കുന്ന ഘട്ടം വന്നു. രണ്ടാം ഊഴത്തിൽ എടുത്തല്ലോ ആ അജണ്ട. ഒരു ദിവസം ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എഴുന്നേറ്റ് നിൽക്കുന്നു, ഒരു കടലാസ് എടുത്ത് വായിക്കുന്നു. ഒന്ന്, ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി ഭരണഘടനയിലെ 370 റദ്ദു ചെയ്യുന്നു. 2, ജമ്മുകാശ്മീരിന്റെ സംസ്ഥാന പദവി എടുത്തു കളയുന്നു. 3, ജമ്മുകാശ്മീരിനെ കഷണങ്ങളായി വിഭജിക്കുന്നു. ഇതെല്ലാം ചെയ്യണമെങ്കിൽ എന്തെല്ലാം നടപടിക്രമങ്ങൾ പാലിക്കണം? ഞങ്ങൾക്കൊരു നടപടിക്രമം ബാധകമല്ല, ഞങ്ങൾ തോന്നിയത് ചെയ്യും. ഇതാണ് സംഘപരിവാർ നിലപാട്. അതാണ് BJP ഗവൺമെന്റ് ചെയ്തത്. രാജ്യത്ത് വലിയ പ്രതിഷേധമുയർന്നു. ഉയരേണ്ട രീതിയിൽ പ്രതിഷേധം കോൺഗ്രസിൽ നിന്ന് ഉയർന്നോ? സാങ്കേതികമായി എതിർത്തിട്ടുണ്ടാകാം, പക്ഷേ പാർലമെന്റിലും പുറത്തും ഉയരേണ്ട രീതിയിൽ പ്രതിഷേധം ഉയർത്താൻ കോൺഗ്രസിന് കഴിഞ്ഞോ? എന്താ പ്രശ്നം? കോൺഗ്രസിൽ ഒരുപാട് പേര് BJPയെ രഹസ്യമായി ചെന്ന് കണ്ട് അഭിനന്ദിച്ചു. ഈ കാര്യത്തിൽ ഒരാളുടെ കാര്യം രഹസ്യമല്ല. രാജ്യസഭയിലെ ചീഫ് വിപ്പ്, കോൺഗ്രസിന്റെ ചീഫ് വിപ്പ്, അദ്ദേഹത്തിന് ആവേശം അടക്കാനായില്ല. അടക്കാനാകാത്ത ആവേശം. എന്തൊരു നല്ല കാര്യമാണ് ഈ സർക്കാർ ചെയ്തത്. ജമ്മുകാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക, സംസ്ഥാന പദവി ഇല്ലാതാക്കുക.
ആവേശമടക്കാൻ കഴിയാതെ അദ്ദേഹം കോൺഗ്രസ് വിട്ടു, BJPയിൽ ചേർന്നു. BJP അദ്ദേഹത്തെ വീണ്ടും രാജ്യസഭാംഗമാക്കി രാജ്യസഭയിലേക്ക് അയച്ചു. ഇത്തരം സംഘപരിവാർ മനസ്സുകാരെത്ര നിങ്ങളുടെ നേതൃതലത്തിൽ? അതല്ലേ നിങ്ങൾക്ക് RSS അജണ്ട BJP നടപ്പാക്കുമ്പോൾ അതിനെ എതിർക്കാൻ കഴിയാതിരിക്കുന്നത്, വേണ്ട രീതിയിൽ എതിർക്കാൻ കഴിയാതിരിക്കുന്നത്? ഇവിടെ നമ്മൾ മറ്റൊരു കാര്യം കൂടി ആലോചിക്കണം. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചുപോയ പാർലമെന്റ് അംഗങ്ങൾ മഹാഭൂരിഭാഗം UDF ആയിരുന്നല്ലോ. അവസാനത്തെ കണക്ക് പറഞ്ഞാൽ 18 UDF, 2 LDF. ആലപ്പുഴയിലും കോട്ടയത്തുള്ള 2 LDF MP-മാര്, ബാക്കിയെല്ലാം UDF. ഈ 18-അംഗ സംഘം നമ്മുടെ കേരളത്തിന്റെ വികാരം പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞവരാണോ? ഈ പറഞ്ഞ പ്രശ്നങ്ങളിൽ എവിടെയെങ്കിലും ഈ 18-അംഗ സംഘത്തെ കണ്ടോ? പാർലമെന്റിൽ കണ്ടോ? പുറത്ത് പ്രതിഷേധം നടക്കുമ്പോൾ കണ്ടോ? അവരെ തെരഞ്ഞെടുത്ത് അയച്ചവര് എത്ര കണ്ടാണ് വേദനിച്ചത്? മതനിരപേക്ഷതയെ ബാധിക്കുന്ന പ്രശ്നങ്ങളിൽ അവർക്ക് നിലപാടെടുക്കാൻ കഴിയുന്നില്ലല്ലോ. ഇതില് മാത്രമാണോ? NIA നിയമം ഭേദഗതി ചെയ്യാനും വന്നു. കൂടുതൽ കടുപ്പിക്കാനാണ്. കോൺഗ്രസ് അതിന് എതിർക്കാൻ തയ്യാറില്ല. ലോക്സഭയുടെ കാര്യം ആകെ എതിർത്തത് 6 പേര്. അതിലൊന്ന് ആലപ്പുഴയിലെ ആരിഫ്. ഈ 18-അംഗ സംഘം എവിടെയെങ്കിലും ഉണ്ടായോ? ഇല്ലാലോ. UAPA ഒരു കരിനിയമം, അത് കൂടുതൽ കരിനിയമമാക്കുന്നു. ആ കരിനിയമം എതിർക്കേണ്ടതല്ലേ? കോൺഗ്രസ് ആരെ കൂടെ നിന്നു? BJPയുടെ കൂടെ നിന്നു. ഈ നിയമങ്ങളെല്ലാം എന്തിനു കൊണ്ടുവന്നു എന്ന് ആർക്കെങ്കിലും അറിയാത്തവരുണ്ടോ ഇന്ത്യയിൽ? ഇതാണ് കോൺഗ്രസ്. ഈ 18-അംഗ സംഘം കേരളത്തിന്റെ ഏതെങ്കിലും പ്രശ്നത്തിൽ കേരളത്തോടൊപ്പം നിന്നോ? കേന്ദ്ര ഗവൺമെന്റ് നമുക്ക് അർഹതപ്പെട്ടതെല്ലാം നിഷേധിക്കുകയായിരുന്നല്ലോ. ഖമ എന്നൊരക്ഷരം കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ ശബ്ദിച്ചോ? ഞങ്ങള് സംസ്ഥാന സർക്കാർ 2 തവണ MP-മാരോട് ആവശ്യപ്പെട്ടു അവരുടെ കോൺഫറൻസിൽ, നിങ്ങൾ സംയുക്തമായി ധനമന്ത്രിയെ കാണണം. സമ്മതിച്ചു. തയ്യാറായില്ല. 2ാമത്തെ തവണ നിവേദനം ഒപ്പിടാൻ വേണ്ടി ചെന്നപ്പോ പറഞ്ഞ എന്താണെന്നറിയോ? ഞങ്ങൾ ഒപ്പിടാം, പക്ഷെ ഒരു വാചകം എഴുതണം. കേരളത്തിലെ ഗവൺമെന്റിന്റെ കെടുകാര്യസ്ഥതയാണ് ഇതിനെല്ലാം ഇടയാക്കിയത്. എങ്ങനെയുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന വിവേചനം, കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, അതിനെതിരെയാണ് നിവേദനം. ആ നിവേദനത്തിൽ പറയണം, ഇതൊന്നും നിങ്ങളുടെ കുഴപ്പമല്ല, ഞങ്ങളുടെ സംസ്ഥാനത്തൊരു സർക്കാരുണ്ട്, ആ സർക്കാർ കാണിക്കുന്ന പിടിപ്പുകേട് കൊണ്ടാണ് ഇതെല്ലാം സംഭവിച്ചിട്ടുള്ളത്. ഇങ്ങനെ കേന്ദ്ര ഗവൺമെന്റിനോടൊപ്പം നിൽക്കുന്ന സമീപനമല്ലേ ഈ 18-അംഗ സംഘം എടുത്തത്? എല്ലാ ഘട്ടത്തിലും BJP സർക്കാരിനോടൊപ്പമല്ലേ അവർ നിന്നത്? കേരളത്തിന് എതിരായ നിലപാടല്ലേ സ്വീകരിച്ചു പോയത്? ഇതാണ് നാം കാണേണ്ടത്. സുപ്രീം കോടതിയിൽ കേരളം പോയല്ലോ. എത്രയാ നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ട വിഹിതം കിട്ടാതാക്കിയത്? സുപ്രീം കോടതി മുൻപാകെ സംസ്ഥാനം കണക്കവതരിപ്പിച്ചു. 1,07,500 കോടിയിൽ പരം രൂപ ഈ കഴിഞ്ഞ 7 വർഷം കൊണ്ട് കേരളത്തിന് കിട്ടേണ്ടിയിരുന്നത് കിട്ടാതാക്കി. നമ്മുടെ കേസ്, ആ കേസിൽ വാദം കേൾക്കുമ്പോ ഇപ്പൊ കിട്ടേണ്ടിയിരുന്നൊരു പണമുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങൾ വന്നു. അവസാനം കോടതി, സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിനോട് പറഞ്ഞു, നിങ്ങൾ എന്താണ് ഈ കാണിക്കുന്നത്? ഇത് ന്യായമായും കേരളത്തിന് അവകാശപ്പെട്ടതല്ലേ?
ആദ്യം നിങ്ങൾ ആ 13,000 കോടിയിൽ പരം രൂപ കേരളത്തിന് അനുവദിക്കൂ. അപ്പോഴാണ് അനുവദിക്കുന്നത്. അർഹതപ്പെട്ട പണം ലഭിക്കുന്നതിന് സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണ്ടി വരുന്നു. പിന്നെയും കേസിന്റെ വാദം തുടരുന്നു. പ്രധാനമന്ത്രി ഇവിടെ വന്ന് പറയുന്നു കേരളത്തിനെതിരെയാണ് സുപ്രീം കോടതിയുടെ വിധിയെന്ന്. ആണോ? ആ വാദം കേട്ട സുപ്രീം കോടതി പറയുന്നു കേരളം ഉന്നയിച്ചിട്ടുള്ളത് വളരെ ഗൗരവമായ വിഷയമാണ്. ഞങ്ങൾ, അതായത് സുപ്രീം കോടതി, ഇതേവരെ കടക്കാത്ത മേഖലയാണിത്. ഇത് കേരളം ഉന്നയിച്ചത് സാമ്പത്തിക ഫെഡറലിസത്തിന്റെ പ്രശ്നമാണ്. സുപ്രീം കോടതി ഇതേവരെ വ്യക്തത വരുത്താത്ത പ്രശ്നമാണത്. അതുകൊണ്ട് തന്നെ വിശദമായ വാദം ഇത് കേൾക്കണം. അതിനായി ഈ പ്രശ്നം 5 അംഗ ഭരണഘടനാ ബെഞ്ചിന് വിടുന്നു. കേരളത്തിന്റെ വാദം അംഗീകരിക്കുകയാണ് ചെയ്തത്. സുപ്രീം കോടതിയുടെ നിലപാട് ഇവിടുത്തെ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDF-നും മുഖത്തേറ്റ അടിയല്ലേ? ഇതല്ലേ നമ്മൾ കാണേണ്ടത്? BJPക്ക് കേരള വിരുദ്ധ സമീപനം ഉണ്ടാകുന്നത് നമുക്ക് മനസ്സിലാക്കാം. കാരണം അവരെ നാട് അംഗീകരിക്കുന്നില്ല. അതുകൊണ്ട് അവർക്കൊരു വിരോധമുണ്ട്. ഇവർക്കെന്താണ് വിരോധം? ഇവര് നാടിനെ പ്രതിനിധീകരിച്ചല്ലേ അവിടെ പോയിട്ടുള്ളത്. പക്ഷെ ഇവർക്കും കേരള വിരുദ്ധ സമീപനം, ഈ 18 അംഗ സംഘത്തിനും കോൺഗ്രസിനും UDF-നും കേരള വിരുദ്ധ സമീപനം വന്നിരിക്കുന്നു. ഇത് നമ്മുടെ നാടാകെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. അതിന്റെ പ്രത്യേകത എന്താ? ഈ കേരള വിരുദ്ധ സമീപനം സ്വീകരിക്കുന്നവരെ അംഗീകരിക്കാനാവില്ല. അതിനെതിരെയുള്ള ശക്തമായ നിലപാടിൽ കേരളം എത്തുന്നു. നമ്മുടെ കേരളത്തിലെ എല്ലാ പാർലമെന്ററി മണ്ഡലങ്ങളും എടുത്താൽ കാണുന്ന ഒരു കാഴ്ച, ഈ എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായ LDF അനുകൂല തരംഗം അലയടിച്ചുയരുന്നു എന്നതാണ്. ഇതാണ് ഇന്ന് കേരളത്തിലെ യാഥാർത്ഥ്യം. ഈ ഘട്ടത്തിലാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരു നേതാവിനെ തന്നെ, സഖാവ് എളമരം കരീമിനെ, ഈ മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയായി LDF നിർത്തിയിരിക്കുന്നത്. സഖാവ് എളമരം കരീമിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. ദീർഘകാലത്തെ പൊതുപ്രവർത്തനത്തിന്റെ ഉടമ, വിവിധ രംഗങ്ങളിൽ, സംഘടനാ രംഗത്തും ഭരണരംഗത്തും സാമൂഹ്യ രംഗത്തും എല്ലാം നല്ല മികവും പാഠവും കാണിച്ച രാഷ്ട്രീയ നേതാവ്. അദ്ദേഹത്തെ ഈ മണ്ഡലം സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പൂർണ്ണമായി നെഞ്ചേറ്റിക്കഴിഞ്ഞു. ഒരു കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. നല്ല തെളിമയുള്ള നിലപാട്, ആശയത്തിൽ പൂർണ്ണ വ്യക്തത, അതാണ് എളമരം കരീമിന്റെ എല്ലാ കാലത്തെയും പ്രത്യേകത. അതുകൊണ്ട് തന്നെ ദേശീയ തലത്തിലുള്ള പ്രശ്നങ്ങളായാലും സംസ്ഥാന വിഷയങ്ങളായാലും ഈ മണ്ഡലത്തെ ബാധിക്കുന്ന വിഷയങ്ങളായാലും തെളിമയോടെ വ്യക്തതയോടെ അവതരിപ്പിക്കാൻ സഖാവ് എളമരം കരീമിന് കഴിയും. അത്തരമൊരു പ്രതിനിധിയാണ് തങ്ങൾക്ക് ആവശ്യം എന്ന് ജനങ്ങളാകെ കരുതുന്നു. ഈ ഘട്ടത്തിൽ എളമരം കരീമിന്റെ ചിഹ്നം അരിവാൾ ചുറ്റിക നക്ഷത്രം. അരിവാൾ ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വലിയ ഭൂരിപക്ഷത്തോടെ കോഴിക്കോടിന്റെ പ്രതിനിധിയായി സഖാവ് എളമരം കരീമിനെ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്ത് അയക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ.